നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ചെറിയ വീഡിയോ ആണ്. അതായത് ഇന്ന് നറുക്കെടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ 14 നറുക്കെടുത്ത SS 515 സ്ത്രീ ശക്തി ലോട്ടറിയിൽ ഒന്നാം സമ്മാനം അടിച്ചേക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്ത നമ്പറുകൾക്കാണ്. അത് നമ്പർ ഞാൻ പറയാം. 12, 78, 49 ഇതാണ് ഒന്നാം സമ്മാനം അടിച്ചേക്കുന്നത്. 1 കോടി, ചെറിയ കളിയൊന്നും അല്ല. 1 കോടി, 1000, 2000 രൂപയുടെ സമ്മാനം അടിച്ചതിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. 1 കോടി രൂപ അടിച്ച നമ്പർ ഇതാണ്. 12, 78, 49. ഇത് ഞാൻ പറഞ്ഞ നമ്പറാണെന്ന് നിങ്ങൾ സമ്മതിക്കത്തില്ല. ഓക്കെ, പക്ഷേ ഞാൻ എല്ലാ ദിവസവും പറയുന്ന കോമ്പിനേഷൻ നമ്പറുകളിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് കമ്പൈൻ ചെയ്ത് അടിച്ചേക്കുന്നത്. പറഞ്ഞുതരാം ഞാൻ. അതായത് നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ ദിവസവും പറയുന്ന നമ്പറുകൾ, കോമ്പിനേഷൻ നമ്പറുകൾ 5198, 5193, 72, 19, 47, 92 തുടങ്ങിയ നമ്പറുകളാണ്. ഓക്കെ, ആദ്യത്തെ 4 നമ്പറിൽ മൂന്നാമത്തെയും രണ്ടാമത്തെയും നമ്പറാണ് ഇവിടെ ഇന്ന് കളിയിൽ വന്നിട്ടുള്ളത്. അടിച്ച നമ്പർ ഒന്നുകൂടെ പറയാം. 12, 78, 49. ഇതിനകത്ത് 47, 92 ഉണ്ട്, 72, 19 ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് പരിശോധിക്കാം. 47, 92 ഇതിൻ്റെ വിവിധ കോമ്പിനേഷനാണ് ഞാൻ പറയുന്നത്. 24 കോമ്പിനേഷനാണ് ഈ പറയുന്ന എല്ലാ ദിവസവും പറയുന്ന കോമ്പിനേഷൻ നമ്പറുകളുടെ 24 കോമ്പിനേഷനാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 47, 92 2 കോമ്പിനേഷൻ ഞാൻ പറയാം. 79, 24, 92, 74. ഓക്കെ, ഇതുപോലെ 24 കോമ്പിനേഷൻ. അതുപോലെ തന്നെ 72, 19 24 കോമ്പിനേഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സാണ് ഇവിടെ 1 കോടി അടിച്ചേക്കുന്നത്. ചെറിയ കളിയല്ല, 1000, 2000 ഒന്നും അല്ല സമ്മാനം അടിച്ചേക്കുന്നത്. 1 കോടിയാണ് അടിച്ചേക്കുന്നത്. 47, 92. ഓക്കെ, ഞാൻ ബേസിക്കായിട്ട് പറയുന്ന കോമ്പിനേഷൻ നമ്പറാണ്. ഇതിനകത്ത് 4 വന്നിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യാം. 7 വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. 9 വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. 2 വന്നിട്ടുണ്ടോ? 2 വന്നിട്ടുണ്ട്. പിന്നെ 72, 19 7 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ 47, 92ൻ്റെയും 72, 19 ഒരു കോമ്പിനേഷൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് ചിലർക്ക് മനസ്സിലാവത്തില്ല ഈ കളികൾ. പിന്നെ ഈ പറയുന്ന നമ്പർ അറിയാം, ഇയാൾ തന്നെ അങ്ങ് എടുത്താൽ പോരെ, ഇയാൾക്ക് 1 കോടി അടിക്കത്തില്ലയോ എന്ന് പറയുമ്പോൾ അതിനുള്ള ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. അതായത് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് ന്യൂമറോളജി അനുസരിച്ചുള്ളതാണ്. ന്യൂമറോളജി അനുസരിച്ച് നമുക്ക് നമ്പർ സെലക്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ജ്യോതിഷപരമായിട്ട് ലോട്ടറി അടിക്കണമെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് ഗ്രഹനിലയിൽ രാഹു അഥവാ സർപ്പം അനുകൂലമായിരിക്കണം. എൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല, പ്രതികൂലമാണ്. ലഗ്നത്തിലാണ് ഇത് കയറി നിൽക്കുന്നത്, അത് കർക്കിടകം രാശിയിൽ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ലോട്ടറി ബേസിക്കായിട്ട് അടിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഞാൻ തുലാം രാശി ആയതുകൊണ്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, പക്ഷേ ലഗ്നം വരുന്ന കർക്കിടക ലഗ്നമാണ്. കർക്കിടക രാശിക്ക് ഇപ്പോൾ രാശിഫലത്തിൽ സർപ്പം അഥവാ രാഹു അഷ്ടമത്തിലാണ്. ഒരു രക്ഷയില്ല. ഓക്കെ, ഇതെല്ലാം കൂടെ ഒത്തു വന്നാലും പിന്നെയും ഉണ്ട് കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാൻ. ചെറിയ പരിപാടിയൊന്നുമല്ല ഇത്. ഓരോ ദിവസവും ഓരോ കോടീശ്വരന്മാർ കേരളത്തിൽ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? 1 കോടി ഒരുത്തരം അടിച്ചു കഴിഞ്ഞാൽ അവൻ കോടീശ്വരനായി. ഓരോ ദിവസവും ഓരോ കോടി വെച്ച് നറുക്കെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ കളിയൊന്നുമല്ല. 50 രൂപ ഇട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 1 കോടിക്കാണ്. അപ്പോൾ ഇത് സംഭവം ചെറിയ കളിയൊന്നുമല്ല. ഓക്കെ, നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് 90% പേരും കുടുംബങ്ങളും കടക്കെണിയിലാണ്. 90%. അതായത് 65% പേരാണ് കുടുംബങ്ങളാണ്
കടക്കണിയിൽ നിന്നാണ് എന്നാണ് നബാർഡിൻ്റെ ഒഫീഷ്യൽ കണക്ക് അനുസരിച്ച് വന്നിട്ടുള്ളത്. അതായത് ഔദ്യോഗിക കണക്കനുസരിച്ച് കേരളത്തിലെ മലയാളി കുടുംബങ്ങളിൽ 65% കുടുംബങ്ങളും കടക്കെണിയിലാണ്. പക്ഷേ അത് ഈ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയും കണക്കനുസരിച്ചുള്ളതാണ്. സാധാ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്തിട്ടുള്ള, നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്തിട്ടുള്ള സാധാരണക്കാരുടെ കണക്കും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഏതാണ്ട് 90%-ത്തിലും അധികം മലയാളി കുടുംബങ്ങൾ കടക്കെണിയിലാണ്. അപ്പോൾ പെട്ടെന്ന് ചുളുവിന് കാര്യം സാധിക്കാൻ ഉള്ളൊരു ചെറിയ മാർഗമാണ് ഈ 50 രൂപയ്ക്ക് ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ വലിയ വലിയ AC കാറിലൊക്കെ വന്ന് ആൾക്കാർ ലോട്ടറി എടുക്കുന്നുണ്ട്, അത് കുടുംബസമേതം. ഓക്കെ, അപ്പോൾ അതാണ് കേരളത്തിലെ അവസ്ഥ. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ ഇത് ചെറിയ പരിപാടിയൊന്നുമല്ല, ഇമ്മണി വലിയൊരു പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചെറിയ സമ്മാനങ്ങളിലല്ല. ഇതിനകത്ത് ചെറിയ സമ്മാനങ്ങളും അടിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം നോക്കിയില്ല. എങ്കിലും ഈ പറഞ്ഞ ഇതുപോലെ എല്ലാ ദിവസവും അടിക്കുന്നുണ്ട് നമ്പർ. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന നമ്പറുകൾ എല്ലാ ദിവസവും അടിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുത്ത് വീഡിയോ ചെയ്ത് ഇടുന്നില്ലതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ 6 മിനിറ്റായി, സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 10 മിനിറ്റാവും. ഈ 10 മിനിറ്റത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ, ശരി, സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പോലെ തയ്യാറാക്കണം. ഞാൻ സ്ക്രിപ്റ്റൊന്നും ഇല്ലാതാണ് ഇത് ചെയ്യുന്നത്, കാര്യം സമയക്കുറവുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് ഒരു ചെറിയ വീഡിയോ ചെയ്ത് എന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത് ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഒക്കെ വരണമെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റത്തെ വീഡിയോ ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 45 മിനിറ്റ് എടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എൻ്റെ മനസ്സിൽ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടൊരു 10-15 വീഡിയോ ചെയ്യാനുള്ള സബ്ജക്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് എല്ലാം കൂടെ ചെയ്യാനുള്ള സമയമില്ല. കാര്യം ഇതല്ല എൻ്റെ മെയിൻ പണി. ഞാനിത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സതുദ്ദേശത്തോടു കൂടിയാണ്. അതായത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കടക്കെണിയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുക. സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് കോടീശ്വരന്മാരുമായിട്ട് മാത്രം സമ്പർക്കം പുലർത്തും. അതിനൊക്കെ ഇവിടെ ക്ലബ്ബുകളൊക്കെ ഉള്ളത്, പേരൊന്നും ഞാൻ പറയുന്നത് ക്ലബ്ബ്, അതൊക്കെ തന്നെ കോടീശ്വരന്മാരുടെ സംഗമ കേന്ദ്രമാണ്. ആരെങ്കിലും കടക്കെണിയിൽപ്പെട്ടവരുടെ സംഗമം നടത്തുമോ? ഇല്ല. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. കടക്കെണിയിൽപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% വരുന്ന ഭൂരിപക്ഷം മലയാളിയും കടക്കെണിയിലാണ്. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുന്നണി ഏതെങ്കിലും കടക്കെണി എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ 90% ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഈ കടക്കെണി എന്ന് പറയുന്നത്. 90% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. അപ്പോൾ അവരുമായിട്ടുള്ള സമ്പർക്കം നടത്തുക എന്ന ഇത് മാത്രമല്ല, വേറെയൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. പക്ഷേ സതുദ്ദേശമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഷേവ് ചെയ്യാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, സമയമില്ലാത്തതുകൊണ്ടാണ്, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതിനും സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും ഇതുപോലുള്ള സമ്മാനം അടിച്ചതിൻ്റെ വീഡിയോകൾ ചെയ്യാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ സമയമില്ല. ഒരുപാട് പരിപാടികൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റിയ ഒരു മനുഷ്യനാണ് ഞാൻ. അത് മാത്രമല്ല, ശരിക്കും 64 വയസ്സുള്ള ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അത് ഈ പറഞ്ഞ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. ഓക്കെ, 60 വയസ്സിന് ശേഷം ഞാൻ പരമാവധി ആക്റ്റീവ് ആവാൻ വേണ്ടി നിരവധി, അതായത് യൂട്യൂബ് ചാനൽ തന്നെ 2-3 ഒക്കെ ഉണ്ട്. അത് കൂടാതെ വേറെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ബിസിനസ്സുകാരനാണ്. പിന്നെ ഈ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഷോ ഓഫ് ഒന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല.
കാര്യം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചത് തന്നെ സമ്പന്ന കുടുംബത്തിലാണ്. അപ്പോൾ ഇപ്പോൾ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ലക്ഷ്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ വേറെ പല സതുദ്ദേശങ്ങൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ സതുദ്ദേശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ സമയക്കുറവാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ എല്ലാ ദിവസവും ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടും. അത് മാത്രമല്ല, ഇന്നത്തെ ഈ റിസൾട്ട് പോലും ഞാൻ ശരിക്ക് ചെക്ക് ചെയ്തിട്ടില്ല. 1ാം സമ്മാനം ഞാൻ ശ്രദ്ധിച്ചു, ബാക്കിയൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. കാര്യം ഒരുപാട് നമ്പേഴ്സ് പറയുന്നുണ്ട്. അതിൻ്റെ 24 കോമ്പിനേഷൻസ് അത് കിട്ടാൻ പാടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 12, 78, 49 എന്നുള്ള നമ്പർ നോക്കി നമുക്ക് അടക്കാനും നോക്കത്തില്ല. അത് പ്രായോഗികമായിട്ട് കിട്ടാനും വലിയ പ്രയാസമാണ്. പക്ഷേ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ കോമ്പിനേഷൻസ് ഒത്തുവരികയാണെങ്കിൽ എടുക്കുക. കിട്ടിയാൽ കിട്ടി, കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി പോട്ടെ, ചട്ടി എടുത്ത് നമുക്ക് പൊട്ടിച്ച് കളയാം. ഓക്കെ, അപ്പോൾ സംഭവം ഇത് ചെറിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ സരസമായിട്ട് നമ്മൾ ആരംഭിച്ചെങ്കിലും സംഭവം അത്യാവശ്യം ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ കടക്കഴിയിൽപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം, അതാണ് ഞാൻ പ്രധാനമായിട്ടും ഈ യൂട്യൂബ് ചാനലുകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷവും ലോട്ടറിയും ഇതെല്ലാം തന്നെ പെട്ടെന്ന് ആൾക്കാരൊക്കെ ക്ലിക്ക് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഈ വീഡിയോ ഇട്ട ഉദ്ദേശം ഇതാണ്. ഇന്നത്തെ ഇതിനകത്ത് പിന്നെ ചെറിയ സമ്മാനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതുമൊക്കെ ഈ 72-19 കളിയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ചെറിയ സമ്മാനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 47-92-ൻ്റെയും 72-19 കോമ്പിനേഷൻസ് ഇന്ന് ഞാൻ ശ്രദ്ധിച്ചത് കണ്ടത് സൂക്ഷ്മമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. 71-29 വന്നിട്ടുണ്ട്, 47-92 തന്നെ വന്നിട്ടുണ്ട്, അല്ല 49-72 വന്നിട്ടുണ്ട്, 72-19 72-91 വന്നിട്ടുണ്ട്. വേറെ ഏതൊക്കെ നമ്പരൊക്കെ വന്നിരണോ എല്ലാം കൂടെ ഓടിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ട് എന്തായാലും ഓരോ ദിവസവും, അതായത് 30 ദിവസം, മാസത്തിൽ 30 ദിവസം ഉള്ളതെങ്കിൽ 30 ദിവസവും ഞാൻ പറയുന്ന നമ്പറുകൾ വരാറുണ്ട്. കുറഞ്ഞ പക്ഷം ആ കോമ്പിനേഷൻ നമ്പറുകളുടെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ വരാറുണ്ട്, 1ഉം 2ഉം അല്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 7ഓ 8ഓ കോമ്പിനേഷൻ എല്ലാ ദിവസവും വരാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇത് വീഡിയോ ഇടാൻ കാര്യമായിട്ട് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം 1ാം സമ്മാനം തന്നെ 72-19 47-92 കോമ്പിനേഷൻ ഒരുമിച്ച് ക്ലബ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഇത്രയും വാചകം അടിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ടറിയൊക്കെ സ്ഥിരം എടുക്കുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ, അതായത് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ, ഓക്കെ, എല്ലാവർക്കും ഉള്ള സംശയമാണ്. ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ, നിങ്ങളുടെ മഹാദശ അന്തർദശ ഇതെല്ലാം കണക്കാണ്. അതുമാത്രമല്ല, ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലണം, ഏതൊക്കെ പൂജകൾ ചെയ്യണം, എങ്ങനെയൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെറിയ 1ാം സമ്മാനമൊക്കെ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 ദിവസം, ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് 1ാം സമ്മാനം അല്ല 2ാം സമ്മാനം 30 ലക്ഷം. അതിൽ സീരിയൽ കറക്റ്റ്, ആദ്യത്തെ 3 നമ്പരും കറക്റ്റ്, അവസാനത്തെ 3 നമ്പർ വ്യത്യാസം. 113 ടിക്കറ്റിന് 30 ലക്ഷം രൂപ പോയി. ഇത് ഏറ്റവും ലേറ്റസ്റ്റാണ്. വേറെയൊക്കെ ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്ന ഒരു സംഭവം ഇതാണ്. നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു വേണ്ടിയാണ് ഈ വാചകമൊക്കെ അടിച്ചത്. എനിവേ സംഭവം ഇതാണ്. ഇത് ചെറിയ കാര്യമായിട്ട് കാണണ്ട. ഇത് കോടികളുടെ കളിയാണ്. അടിച്ചാൽ കോടി, അല്ലെങ്കിൽ ഇവർ ചട്ടി, കിട്ടിയാൽ ഊട്ടിയാൽ അല്ലെങ്കിൽ ചട്ടി. എനിവേ വെളിച്ചശാലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ
വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും ഒരു ചെറിയ സമ്മാനമെങ്കിലും അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.